ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് അഭിപ്രായമായാലും പ്രശ്നമില്ല, ഒന്ന് കമൻറ്റ് വെക്കണം. ഒരു സ്മൈലായാലും മതി. അൽഹംദുലില്ലാ ഇപ്പോൾ എനിക്ക് 9ാം മാസം കഴിഞ്ഞ് ഡോക്ടർ ഇപ്പോൾ 9ാം മാസം സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടാകുമ്പോൾ ഡിസംബർ 10 പോകാൻ പറഞ്ഞിനി. അപ്പോൾ എന്ത് പറയുമെന്നറിയില്ല, അഡ്മിറ്റ് ആക്കോ അതെല്ലാം പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയുമോ ഒന്നും അറിയില്ല. അങ്ങനെ ഏതായാലും നിങ്ങളെല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര ക്ഷീണവും അതേപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും മക്കൾക്ക് ടിഫിൻ ബോക്സ് കൊടുക്കാതിരിക്കാനും നമുക്ക് കഴിയില്ലല്ലോ. അവിടെ ഇപ്പോൾ ക്യാൻറ്റീൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ പുരയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിലാകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈയും അതിൻ്റെ ഒന്നിച്ചിട്ട് എന്തെങ്കിലും അപ്പം, അങ്ങനെയാണ് ഞാൻ ഇന്ന് കൊടുക്കുന്നുള്ളത്. ഇടയ്ക്ക് അധികവും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊടുത്തു വിടൽ. ചിക്കന് തലേ ദിവസം തന്നെ മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ടിട്ട് ഒന്ന് പരക്കിയിട്ട് വെക്കും. ചില സമയത്ത് ഞാൻ ചാറ്റ് മസാല ഇട്ട് കൊടുക്കലുണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. പിറ്റേ ദിവസം രാവിലെ എണ്ണയിലിടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്തെങ്കിലുമായി കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കും. ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ടായ ഒരു എന്തെങ്കിലും കോൺഫ്ലവറോ അരിപ്പൊടി എന്തിട്ടിട്ടുണ്ട് അത് അവിടെ ഇങ്ങനെ അതിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കും. രണ്ട് സൈഡും ഒരേപോലെ നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിനി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഞാൻ അപ്പുറത്ത് പത്തൽ ചൂടാൻ വേണ്ടിയിട്ട് തവ വെച്ചിട്ടുണ്ട്. തവ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്ക് പത്തലും ചുട്ടെടുക്കാം. അങ്ങനെ ഇപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും അവർക്കിപ്പോൾ കഴിക്കാനുള്ളതായിട്ടുണ്ട് പത്തലും എല്ലാം റെഡി ആയിന്. ഇനി നമുക്ക് ടിഫിൻ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ കാലത്ത് തന്നെ മക്കളുടെ ടിഫിൻ ബോക്സും എല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്ത് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ ദുആ മോളും എണിച്ചിട്ടുണ്ടായിന്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജമ്മുവിനെയും റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് അയക്കാനുണ്ടായിന്. മോളെയും സ്കൂളിലേക്ക് അയച്ച് ആ ഒരു വീഡിയോ ഒന്നും ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടാ. രാവിലത്തെ ഓരോ സെക്കൻഡ് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതല്ലേ. ഇങ്ങനെ ടൈം നോക്കി നിൽക്കുമല്ലോ. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ കഴിയാണ്ട ടൈമിലെല്ലാം ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ സ്ലോ ആയി കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ പണി പാളും. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കലും എല്ലാം ആകുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ പറ്റലില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് എല്ലാം നല്ലോണം കുറഞ്ഞത്. ഇപ്പോൾ ദുആ മോള് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ടി വിയിൽ ഞാൻ ഒപ്പന വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് കണ്ടിട്ട് അതേപോലെ കളിക്കലാണ് ഇപ്പോൾ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇതാണ് ഓൾക്ക്. പിന്നെ അങ്ങനെ കുറച്ച് ചിലർ എന്തെല്ലോ പണിയെല്ലാം ഉണ്ടായിന്, അടിക്കലും അങ്ങനത്തെ നല്ല കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ജമ്മും വന്ന് ഫുഡ് ആക്കിയിട്ടുണ്ടായിട്ടാണ്. ഫുഡ് എല്ലാം കുറച്ചെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. അതിനെല്ലാം ഒന്ന് സെറ്റാക്കാനെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ജമ്മു വന്ന് പുറത്തുനിന്ന് തന്നെ ഓളെ ID കാർഡും ബെൽറ്റും എല്ലാം ഓളെന്താക്കും, ഓളെ സ്കൂൾ ബാഗിൻ്റെ സൈഡ് തന്നെ എടുത്ത് വെക്കും. ഓൾക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ ഒന്ന് രാവിലെ മിസ്സായാൽ പിന്നെ ഓൾക്ക് അന്ന് സ്കൂളിലേക്ക് പോകാനേ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ നേരെ അതെല്ലാം എടുത്ത് വെക്കലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ടെൻഷനില്ല അതിൻ്റെ. അപ്പോൾ അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിന്, അതെല്ലാം സ്വന്തം തന്നെ എടുത്തു വെക്കണം. അപ്പോൾ അത് നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അതൊരു ശീലമാവുമല്ലോ. അപ്പോൾ ഒരു സ്വന്തം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അന്നായാലും അർമാനായാലും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ്. ഒന്ന് രാവിലെ ഇങ്ങനെ നമ്മളിങ്ങനെ തപ്പി കളിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. അന്ന് നമുക്ക് അയിലയും ചെമ്മീനുമാണ് കിട്ടിയിട്ടുണ്ടായത്. അയിലേനെ പൊരിക്കണം, അതേപോലെ തന്നെ ചെമ്മീൻ കറിയും വെക്കണം. നല്ലൊരു മസാല പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറി ഉണ്ടാകുന്നില്ലേ, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രാത്രി അപ്പത്തിന് കൂട്ടാനും നല്ല രസം ഉണ്ടാവും. ഒരു ദിവസം മുന്നേ നല്ല ചീര കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ ഫുള്ളും ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ കുറച്ചൊന്ന് പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയുമല്ലോ. ചീര ക്ലീൻ ആക്കാൻ കുറേ ടൈം എടുക്കുന്നതല്ലേ. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് വറവ് റെഡിയാക്കിയിട്ട് എടുക്കുക. ചീര വെക്കുമ്പോൾ കുറച്ച് അരിപ്പൊടിയെല്ലാം വറുത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഒരു ദിവസം മുന്നേ ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായത്. ഇന്ന് സാധാരണ നമ്മളെ വറവില്ലേ അത് തന്നെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അതിലങ്ങനെ നല്ലോണം പെരക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിച്ചപ്പിലയും പിന്നെ വെളുത്തുള്ളില്ലേ അത് കുറച്ച് ഇഞ്ചിയെല്ലാം കൊത്തിയിട്ട് കൊടുത്തിന് നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മൾ അതിലേക്ക്.
അപ്പം അങ്ങനെ അതിൽ ഒരു സൈഡ് റെഡിയാകുന്നുണ്ട്. ഇപ്പുറത്ത് ചീര വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിന് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിച്ചപ്പിലയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം, തീയിലൊന്ന് കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. മുളക് പൊടി ഇട്ട് കൊടുത്ത അവിടെ ഞാനങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ ഇതിലേക്ക് നമ്മൾ ചീരയില്ലേ അത് ഇട്ട് കൊടുത്തതാണ്. ഇതിനൊന്ന് ജസ്റ്റ് മിക്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അടിഭാഗം ചെറുങ്ങനെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഒന്ന് ആവിയെല്ലാം കയറിയിട്ടാവുമ്പോൾ പെട്ടെന്ന് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ചെമ്മീനൊന്ന് മസാലയാക്കിയിട്ട് എടുക്കണം. മസാല പറയുമ്പോൾ തിക്കായിട്ടല്ല, കുറച്ച് ഗ്രേവി പോലെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. ഇപ്പോഴത്തെ നമ്മൾ അയില കണ്ടില്ലേ, നല്ല അടിപൊളിയിൽ തന്നെ റെഡി ആയിട്ട് വന്നിന്. ചീര അങ്ങനെ 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചെറുങ്ങനെ ആവിയെല്ലാം കയറിയിട്ട് നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടീനി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ ചീര കുറച്ച് നല്ലോണം കിട്ടിയിട്ടുണ്ട്. അതിന് കിട്ടുന്ന ടൈമിൽ ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസം എല്ലാം ഞാൻ കറി വെച്ചിട്ടുണ്ട്. അതിന് കയ്പ്പ് ടേസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിട്ടാ. പിന്നെ ദുവാ മോൾക്കറിയുന്ന തൈര് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉള്ളത് കോരിക്കുടിക്കലാണ്. അങ്ങനെ നമ്മൾ ചെമ്മീൻ മസാലയും ഗ്രേവി മസാലയും അതേപോലെ അയില ഫ്രൈ പിന്നെ നമ്മളെ ചീര വറവ് എല്ലാം റെഡിയായിന്. ഇനി ചോറ് വയ്ക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാം. അങ്ങനെ ചോറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മളെ കോഴിക്കുള്ളതാണ്. അങ്ങനെ കോഴിക്കുള്ള ചോറും കൊടുത്ത് കഴിഞ്ഞ് അങ്ങനെ നമ്മളെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാം ആയി. അപ്പോൾ വിചാരിച്ച് നമ്മൾ അവിലില്ലേ, അവിൽ തേങ്ങയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതങ്ങനെ ഒരു പൂതി വന്നിട്ടാവുമ്പോൾ അതുണ്ടാക്കിയതാണ്. ഇതിലേക്ക് പൊരിയില്ലേ അതിങ്ങനെ വറുത്തിട്ടിടണം. അപ്പോൾ അപ്പോൾ എന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, ഒരു ക്രിസ്പിയും എല്ലാം. പിന്നെ ചില സമയത്ത് ഇങ്ങനെ പണ്ട ഇട്ടിട്ട് ആക്കലുണ്ട്, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അങ്ങനെ ഇത്രയും ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ. ഏതായാലും വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, താങ്ക് യു.